ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ്. ഖത്തറിലെ സീ ലൈൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 8:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1 അവർ ജേണി ഉണ്ട് സീ ലൈൻ ബീച്ചിലോട്ട്. ഇപ്പോൾ 9:45 തന്നെ ഞങ്ങൾ എന്തായാലും റീച്ച് ചെയ്തു. ഈ കാണുന്ന ഏരിയയിലല്ല ശരിക്കും എൻട്രൻസ്, വേറെ സൈഡിലാണ്. വേറെ സൈഡെന്ന് പറയുമ്പോൾ പബ്ലിക് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻട്രൻസ്. എന്നിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് ടോക്കൺസും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഈ കാണുന്നതാണ് പ്രൈവറ്റ് ബീച്ച്. ശരിക്കും ഈ പ്രൈവറ്റ് ബീച്ചിൽ നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്കിവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാക്കേജ് എടുത്തിട്ട് വരാം. ഞങ്ങൾ ശരിക്കും ഖത്തർ ഇൻ്റർനാഷണൽ ടൂർസ് വഴി ഡെസേർട്ട് സഫാരി പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയത്. അപ്പം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീച്ച് വോളിബോൾ കളിക്കാം. അതേപോലെ തന്നെ ഇൻഡോർ ഗെയിംസ് കുറേ ഉണ്ട്. അപ്പോൾ ഇൻഡോർ ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു പാക്കേജിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ശരിക്കും നമ്മൾക്ക് നല്ല പ്രൈവസി ഉണ്ട് ഈ ഒരു ബീച്ചിൽ വന്നു കഴിയുമ്പം. കടൽ കാണാനും അതേപോലെ തന്നെ ഇതുപോലത്തെ കൂടാരങ്ങളൊക്കെ കാണാനും നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ വരുന്നതും അതേപോലെ തന്നെ നമ്മൾ അഡ്വഞ്ചർ ചെയ്യാനായിട്ടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്യൂൺ ബാഷിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് വണ്ടി വരാനായിട്ട്. അപ്പം വണ്ടി വന്നു. അപ്പം ഞങ്ങൾ കാറിൽ കയറി. കുഞ്ഞിനെ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരുത്തിയിരിക്കുന്നത്. ശരിക്കും ഡ്യൂൺസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ശരിക്കും ഡ്യൂൺസ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഈ മരുഭൂമിയിൽ വന്നു കഴിയുമ്പം ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ അറബ് നേഷൻസിൽ വരുമ്പോഴല്ലേ നമ്മൾക്ക് ഇതേപോലത്തെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഡ്യൂൺ ബാഷിംഗ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ തന്നെയാണ്. കാരണം നമ്മൾ റോളർ കോസ്റ്റർ റൈഡ് ചെയ്യുന്ന അതേ ഫീല് തന്നെയാണ് ഡ്യൂൺ ബാഷിംഗ് ചെയ്യുമ്പോഴും എന്നാണ് പറയുന്നത്. ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ശരിക്കും ആണ്. ശരിക്കും പേടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ശരിക്കും നമ്മുടെ കാറിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും സ്പീഡിലുമാണ്. അതേപോലെ തന്നെ ഭയങ്കര സ്ലൈഡ് ചെയ്തിട്ടാണ് കാർ ഇറങ്ങുന്നത് പോലും. അപ്പം മണ്ണല്ലേ, മണ്ണിൽ പൊതഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് നമ്മൾ വന്നു കഴിഞ്ഞപ്പം മനസ്സിലായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഡെസേർട്ടും കാണാമല്ലോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഡെസേർട്ടൊന്നും. അപ്പം നമുക്കതും കാണാം. അതിൻ്റെ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാം. എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വ്യൂ ആണ്. ശരിക്കും ഈ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. കാരണം ഡെസേർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ മണ്ണിൽ കൂടി ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതേപോലെ ഒരു സീ വ്യൂ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, മനോഹരമാണ് ഈ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഐലൻഡ് പോലെ നമുക്ക് ആൻഡമാൻ ഐലൻഡ് പോലൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരം അവർ തരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ. 2 hours ഉണ്ട് ടോട്ടൽ. അപ്പോൾ ആ 2 hours അവർ എവിടെയെങ്കിലുമൊക്കെ നിർത്തി തരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് കാണാം, കുറച്ചധികം കാഴ്ചകളൊക്കെ നമ്മൾക്കിങ്ങനെ കാണാം. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഹിൽ ക്ലൈമ്പിങ് ഗെയിം കളിക്കില്ല, അതേപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്. അത്രയും നല്ല രസമാണ് പോകുന്നത് കാണാൻ. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു വ്യൂ ഒക്കെ തന്നെയാണ്. ശരിക്കും വെള്ളത്തിന് ഭയങ്കര തിളക്കമൊക്കെ ഫീൽ ചെയ്യുന്നു നമുക്ക് ഈ വെയിലടിക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഡെസേർട്ടിൻ്റെ വ്യൂസും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ഡെസേർട്ട് സഫാരിയും ഡ്യൂൺ ബാഷിങ്ങും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് ഡെസേർട്ടിൽ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തു തരും. അപ്പം അത് കുറച്ചും കൂടെ സേഫാണ്. പിന്നെ നമ്മൾ ആദ്യം കണ്ട ആ പ്രൈവറ്റ് ബീച്ചിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റും. ഓവർനൈറ്റ് ക്യാമ്പിങ്ങും ചെയ്യാൻ പറ്റും. അതിനെല്ലാം നമ്മൾ അഡീഷണലായിട്ട് പേ ചെയ്യണം. പിന്നെ ഈ ഡ്യൂൺ ബാഷിങ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു റോളർ കോസ്റ്റർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ 3D സിനിമയിലൊക്കെ നമ്മൾ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ല ഒരു അനുഭവമാണ് ശരിക്കും ഈ ഡ്യൂൺ ബാഷിങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ വന്നത് എന്തായാലും വേസ്റ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ വെർത്തായിട്ടുള്ള ഒരു ജേർണി തന്നെയായിരുന്നു ഈ ഡെസേർട്ട് സഫാരി. കാരണം ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്.
നമ്മൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യും. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ തന്നെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ഉണ്ട്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവർ ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. നമ്മൾ ഈ പാക്കേജ് എടുത്ത് വരുന്നത് കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. ഏകദേശം ഒരു 6 ലാൻഡ് ക്രൂസറോളം ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെൽപ്പിനായിട്ട് അവർ ഉണ്ടതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ ശരിക്കും പറ്റില്ല, കാരണം ഭയങ്കര കാറ്റാണ്. കാറ്റ് കാരണം കണ്ണിലും വായിലും ഒക്കെ ഈ മണ്ണ് വീഴാണ്. നമ്മളാണെങ്കിൽ ഷോൾസും അതേപോലെ തന്നെ കണ്ണടയും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പോകുന്നവർ ഇതെല്ലാം എടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. തീരെ ഫൈൻ പൗഡറാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ മൂക്കിലടിക്കും. ഡെസേർട്ട് സഫാരിയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇതേപോലെ വരി വരിയായിട്ട് കാർ ഇങ്ങനെ ഡ്യൂൺസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അത് ഭയങ്കര ഭംഗിയാണ്. കാരണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിവിടെ സ്റ്റോപ്പ് ചെയ്ത് തന്നത്. നമ്മൾക്ക് അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. കാരണം അത്രയും ഹൈറ്റിൽ നിന്നായിട്ടാണ് ആ കാറ് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരുന്നത്. അതും നല്ല രസമാണ്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. 2 ലൊക്കേഷനാണ് ഉള്ളത്. അപ്പം 2ാമത്തെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പം ഫുള്ള് ഡെസേർട്ടിൽ കൂടെ ഉള്ളൊരു ജേർണി തന്നെയാണിത്. അപ്പോൾ ഡെസേർട്ടും കാണാം, നമ്മൾക്ക് അഡ്വഞ്ചറും എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡെസേർട്ടിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, കുറേ ഡ്യൂൺസും അതേപോലെ തന്നെ കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഡെസേർട്ട് കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഈ മണ്ണൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ശരിക്കും ഇത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് സാൻഡിൽ ആൽക്കലിയുടെ കണ്ടൻറ്റ് കൂടുതലാണ്. ആൽക്കലി കണ്ടൻറ്റ് കൂടുതലായ സാൻഡ് നമ്മൾ ഇൻ കേസ് നമ്മളത് യൂസ് ചെയ്യുവാണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ചിലതിനെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പം ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെയും അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റീനെയൊക്കെ അത് ഒരുപാട് ബാധിക്കും. അതുകൊണ്ടും കൂടിയാണ് ഇത് യൂസ് ചെയ്യാത്തത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈൻ പൗഡറാണ്. ഈ ഡെസേർട്ട് സാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പോലെ തന്നെ ഇരിക്കും, അത്രയും ഫൈൻ പൗഡറാണ്. അപ്പം ഈ ഫൈൻ പൗഡർ ഒരിക്കലും നമ്മൾ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസിൽ ഉപയോഗിക്കത്തില്ല. കാരണം ബിൽഡിങ്ങിൻ്റെ സാൻഡ് സ്റ്റാൻഡേർഡിന് ഇതൊരിക്കലും മാച്ച് ചെയ്യില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഡെസേർട്ട് സാൻഡ് കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാത്തത്. പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് ഇതിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൻഡ് ബാഗൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസേർട്ട് സാൻഡ് ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഈ പെട്ടെന്ന് തീ പിടിക്കുവാണെങ്കിലൊക്കെ ഈ മണ്ണെടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഇതൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. If you like my video, please like, share and subscribe. Thanks for watching. Bye.